ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ക്ലോണിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ? ഒന്നിനെ പോലെ മറ്റൊന്നുണ്ടാക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാവയിലെ ഒബ്ജക്റ്റ് ക്ലോണിങ്ങിനെ കുറിച്ചാണ്. അതായത് ജാവയിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ കോപ്പി ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് പോലെ മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ക്ലോണിങ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ ഒബ്ജക്റ്റ് ക്ലോണിങ്ങിലൂടെ ഒരു ഒബ്ജക്റ്റ് പോലെ നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ ഫീൽഡ് വാല്യൂസ് തന്നെയായിരിക്കും രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെയും. So what is object cloning? Object cloning is a way to create exact copy of an object. ഇനി ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. java.lang പാക്കേജിലുള്ള ഒബ്ജക്റ്റ് ക്ലാസ്സിലെ ക്ലോൺ മെത്തേഡാണ് ഒരു ഒബ്ജക്റ്റിനെ ക്ലോൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഈ ഒബ്ജക്റ്റ് ക്ലാസ് എന്നതാണ് ജാവയിലെ എല്ലാ ക്ലാസിൻ്റെയും പേരന്റ് ക്ലാസ്. ഏത് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെയാണോ ക്ലോൺ ചെയ്യേണ്ടത് ആ ക്ലാസ്സിൽ ഒബ്ജക്റ്റ് ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തു വരുന്ന ക്ലോൺ മെത്തേഡിനെ ഓവർറൈഡ് ചെയ്തിരിക്കണം. അതുകൂടാതെ മറ്റൊന്നുകൂടി ചെയ്യണം, അതായത് ആ ക്ലാസ് java.lang എന്ന പാക്കേജിലെ ക്ലോണബിൾ എന്ന ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഈ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാതെ ക്ലോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുവാണെങ്കിൽ JVM റൺ ചെയ്യുന്ന സമയത്ത് ക്ലോൺ നോട്ട് സപ്പോർട്ടഡ് എക്സെപ്ഷൻ എന്ന എക്സെപ്ഷനെ ത്രോ ചെയ്യും. ശ്രദ്ധിക്കുക, ക്ലോണബിൾ എന്ന് പറയുന്നത് ഒരു മാർക്കർ ഇൻ്റർഫേസ് ആണ്. നമുക്കറിയാം, മാർക്കർ ഇൻ്റർഫേസ് ഈസ് ആൻ ഇൻ്റർഫേസ് വിത്ത് നോ ഫീൽഡ്സ് ഓർ മെത്തേഡ്സ് വിത്തിൻ ഇറ്റ്. ഇനി ഈ ക്ലോൺ മെത്തേഡിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് നേറ്റീവ് ഒബ്ജക്റ്റ് ക്ലോൺ ത്രോസ് ക്ലോൺ നോട്ട് സപ്പോർട്ടഡ് എക്സെപ്ഷൻ എന്നതാണ്. ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് കടക്കാം. ഇവിടെ എനിക്കൊരു കാർ ക്ലാസ് ഉണ്ട്. അതിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ് പ്രൈസ് എന്ന് പറയുന്നത്. അതിൽ സെറ്റേഴ്സ് ഗെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്ലോൺ മെത്തേഡിനെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോൺ മെത്തേഡിൽ ഞാൻ മറ്റ് ഇംപ്ലിമെൻറ്റേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ സൂപ്പർ ക്ലാസ് ആയ ഒബ്ജക്റ്റിൻ്റെ ക്ലോൺ മെത്തേഡിനെ വിളിച്ചിരിക്കുന്നു സൂപ്പർ ഡോട്ട് ക്ലോൺ. അത് റിട്ടേൺ ചെയ്യുന്ന ഒബ്ജക്റ്റിനെയാണ് ഈ ക്ലോൺ മെത്തേഡിൽ നിന്നും റിട്ടേൺ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ക്ലോണബിൾ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇനി നമ്മൾ എഴുതിയ കാർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ക്ലോൺ ചെയ്യാനായിട്ട് പോകുവാണ്. അതിനുവേണ്ടിയാണ് ഈ ക്ലാസ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഞാൻ കാറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. കാർ C1 = ന്യൂ കാർ. അതിനുശേഷം അതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്തു. C1.setPrice 5 lakhs. അടുത്ത സ്റ്റെപ്പിലാണ് ഞാൻ ക്ലോൺ ചെയ്യുന്നത് C1.clone. അത് ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. നമ്മുടെ കേസിൽ കാർ ആയതുകൊണ്ട് അതിനെ കാറിലേക്ക് ഡൗൺ കാസ്റ്റ് ചെയ്തു. എന്നിട്ട് C2 എന്ന് പറയുന്ന കാർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഇവിടെ C1ഉം C2ഉം രണ്ട് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകളാണ്. പക്ഷേ C1ൻ്റെ എക്സാക്റ്റ് കോപ്പിയാണ് C2 എന്ന് പറയുന്നത്. എന്നാൽ C1 ≠ C2 കൊടുത്താൽ എന്ത് വരും? ട്രൂ വരും. കാരണം C1ഉം C2ഉം പോയിന്റ് ചെയ്യുന്നത് രണ്ട് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലേക്കാണ്. ഇനി C1.getClass = C2.getClass എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. കാരണം രണ്ടും റിട്ടേൺ ചെയ്യുന്നത് കാർ ക്ലാസ് തന്നെയാണ്. C1.=C2 എന്ന് കൊടുത്താൽ ഒബ്വിയസ്ലി ഫോൾസ് ആയിരിക്കും. ഇനി C1ൻ്റെയും C2ൻ്റെയും പ്രൈസ് പ്രിൻ്റ് ചെയ്താൽ സെയിം 5 lakhs തന്നെയാണ് കിട്ടുന്നത്. കാരണം രണ്ട് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകളാണെങ്കിലും ക്ലോൺ ചെയ്തതായതുകൊണ്ട് ഫീൽഡ് വാല്യൂസ് സെയിം ആയിരിക്കും. നിങ്ങൾക്ക് ബേസിക് ക്ലോണിംഗ് ഈ എക്സാമ്പിളിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കാർ ക്ലാസ്സിന് പ്രൈസ് എന്ന പ്രിമിറ്റീവായിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ മാത്രമേ ഉള്ളായിരുന്നു. ഇനി നമുക്ക് പ്രൈസ് കൂടാതെ ടയർ എന്ന മറ്റൊരു ഒബ്ജക്റ്റ് വേരിയബിളോട് കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ടയർ ക്ലാസ് എഴുതാം. ഇതാണ് നമ്മുടെ ടയർ ക്ലാസ്. ടയർ ക്ലാസ്സിൻ്റെ ഫീൽഡ് വേരിയബിൾ ആണ് നെയിം. കൂടാതെ കൺസ്ട്രക്ടറും ഗെറ്റേഴ്സും സെറ്റേഴ്സും എഴുതിയിട്ടുണ്ട്. ഇനി ഈ കാർ ക്ലാസ്സിൽ ടയർ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാർ ക്ലാസ്സിൽ പ്രൈസ് കൂടാതെ ടയർ ഉണ്ട്. പിന്നെ സെറ്റേഴ്സും ഗെറ്റേഴ്സും ഓവർറൈഡ് ചെയ്ത ക്ലോൺ മെത്തേഡും ഉണ്ട്. ഇനി നമുക്ക് കാർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ക്ലോൺ ചെയ്യാം. ഇവിടെ ഞാൻ C1 എന്ന കാർ ക്ലാസ്സിൻ്റെ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് പ്രൈസും ടയറും സെറ്റ് ചെയ്തു. പ്രൈസ് ഇവിടെ 5 lakhsഉം ടയർ ഒബ്ജക്റ്റിൻ്റെ നെയിം അപ്പോളോ ടയർസ് എന്നും സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ C1 ഒബ്ജക്റ്റിനെ ക്ലോൺ ചെയ്ത് C2 എന്ന മറ്റൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. C1ൻ്റെയും C2ൻ്റെയും പ്രൈസ് പ്രിൻ്റ് ചെയ്താൽ 5 lakhs വരുവുള്ളൂ. അത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടായിരുന്നല്ലോ. ഇനി C1ൻ്റെയും C2ൻ്റെയും ടയറിൻ്റെ നെയിം പ്രിൻ്റ് ചെയ്താൽ എന്ത് വരും? ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ അപ്പോളോ ടയർസ് എന്ന് വരും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ക്ലോൺ ചെയ്ത് കിട്ടിയ C2 ഒബ്ജക്റ്റിൻ്റെ ടയറിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ MRF ടയേഴ്സ് എന്ന് ചേഞ്ച് ചെയ്തു.
ഇനി C2വിൻ്റെ ടയറിൻ്റെ നെയിം പ്രിൻ്റ് ചെയ്താൽ എന്ത് വരും? MRF ടയേഴ്സ് എന്ന് വരും. ഇനി നമ്മുടെ ഒറിജിനൽ ഒബ്ജക്റ്റായ C1ൻ്റെ ടയറിൻ്റെ നെയിം പ്രിൻ്റ് ചെയ്താലോ? അവിടെ അപ്പോളോ ടയേഴ്സ് എന്നല്ല വന്നത്, MRF ടയേഴ്സ് എന്നാണ്. ഇതിന് കാരണം എന്തായിരിക്കും? C1ൻ്റെ ടയർ ഒബ്ജക്റ്റിനെ തന്നെയാണ് ക്ലോൺ ചെയ്ത് കിട്ടിയ C2വും റെഫർ ചെയ്യുന്നത്. കാരണം നമ്മൾ ഓവർറൈഡ് ചെയ്ത കാർ ക്ലാസ്സിലെ ക്ലോൺ മെത്തേഡിൽ നമ്മൾ പ്രത്യേകിച്ച് ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും കൊടുത്തില്ല, മറിച്ച് സൂപ്പർ ക്ലാസ് ആയ ഒബ്ജക്റ്റിൻ്റെ ക്ലോൺ മെത്തേഡിനെ വിളിക്കുകയാണ് ചെയ്തത്. ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ ക്ലോൺ മെത്തേഡ് ചെയ്യുന്നത് ഒരു ഷാലോ കോപ്പിയിങ് ആണ്. അതായത് അതിൽ ഒറിജിനൽ ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ അതേപോലെ ക്ലോൺ ചെയ്ത് കിട്ടുന്ന പുതിയ ഒബ്ജക്റ്റിലോട്ട് കോപ്പി ചെയ്യും. നമ്മുടെ ഈ കേസിൽ കാറിൻ്റെ ടയർ എന്ന റെഫറൻസ് വേരിയബിളിനെ അതേപോലെ കോപ്പി ചെയ്യും. അപ്പോൾ ഒറിജിനൽ ഒബ്ജക്റ്റും ക്ലോൺ ചെയ്ത് കിട്ടിയ പുതിയ ഒബ്ജക്റ്റും റെഫർ ചെയ്യുന്നത് ഒരു ടയർ ഒബ്ജക്റ്റിനെ ആയിരിക്കും. അതുകൊണ്ടാണ് ക്ലോൺ ചെയ്ത് കിട്ടിയ കാർ ഒബ്ജക്റ്റിൻ്റെ ടയറിൻ്റെ പേര് ചേഞ്ച് ചെയ്തപ്പോൾ ഒറിജിനൽ കാർ ഒബ്ജക്റ്റിൻ്റെ ടയറിൻ്റെ പേരും ചേഞ്ച് ആയത്. ഒബ്ജക്റ്റിൻ്റെ ക്ലോൺ മെത്തേഡ് ബൈ ഡീഫോൾട്ട് ഷാലോ ക്ലോണിംഗ് ആണ് നടത്തുന്നത്. അത് ചില അവസരങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനുള്ള പരിഹാരമാണ് ഡീപ്പ് ക്ലോണിംഗ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ടയർ എന്ന് പറയുന്ന ക്ലാസ്സിലും ക്ലോൺ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്നിട്ട് കാർ ക്ലാസ്സിലെ ക്ലോൺ മെത്തേഡിൽ നിന്നും ടയർ ക്ലാസ്സിൻ്റെ ക്ലോൺ മെത്തേഡിനെ വിളിക്കുകയും ചെയ്യണം. ഇനി നമുക്ക് ടയർ ക്ലാസ്സിലേക്ക് മടങ്ങി വരാം. ഇവിടെ ഞാൻ ക്ലോൺ മെത്തേഡിനെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്ലോണബിൾ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കാർ ക്ലാസ് നോക്കാം. ഇവിടെ ക്ലോൺ മെത്തേഡിൽ സൂപ്പർ ഡോട്ട് ക്ലോണിനെ വിളിച്ച് റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പായി ടയറിൻ്റെ ക്ലോൺ മെത്തേഡിനെ വിളിച്ച് കിട്ടുന്ന ടയർ ഒബ്ജക്റ്റിനെ ഈ പുതിയ കാറിൽ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ റിട്ടേൺ ചെയ്യുന്നു. ഇനി നമുക്ക് വീണ്ടും കാർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലോൺ ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ക്ലോൺ ചെയ്തതിന് ശേഷം ഒറിജിനൽ ഒബ്ജക്റ്റിൻ്റെയും ക്ലോൺ ചെയ്ത ഒബ്ജക്റ്റിൻ്റെയും ടയറുകളുടെ നെയിംസ് പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ സെയിം ആയിരിക്കും, അപ്പോളോ ടയേഴ്സ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലേ. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ക്ലോൺ ചെയ്ത് കിട്ടിയ C2 എന്ന കാർ ഒബ്ജക്റ്റിൻ്റെ ടയറിൻ്റെ പേര് MRF ടയേഴ്സ് എന്ന് ചേഞ്ച് ചെയ്യാം. ഇനി അവസാനത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി. C2വിൻ്റെ ടയറിൻ്റെ പേര് MRF എന്നാണ് പ്രിൻ്റ് ചെയ്തത്, ശരിയാണ്. പക്ഷെ C1ൻ്റെ ടയറിൻ്റെ പേര് ചേഞ്ച് ആയില്ല, അത് അപ്പോളോ ടയേഴ്സ് എന്ന് തന്നെയാണ് പ്രിൻ്റ് ചെയ്തത്. കാരണം ഇപ്പോൾ C1ഉം C2ഉം ഹോൾഡ് ചെയ്യുന്നത് രണ്ട് ഡിഫറെൻറ്റ് ടയർ ഒബ്ജക്റ്റുകളെയാണ്. ഈ എക്സാമ്പിളിൽ നമ്മൾ ചെയ്തത് ഡീപ്പ് ക്ലോണിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഷാലോ ക്ലോണിങ്ങും ഡീപ്പ് ക്ലോണിങ്ങും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ക്ലോണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് കോഡുകളേ ഉള്ളൂ. ഈസി ആയിട്ടൊരു ഒബ്ജക്റ്റിൻ്റെ കോപ്പി ഉണ്ടാക്കാനായിട്ട് പറ്റും. അറേസ് ഒക്കെ കോപ്പി ചെയ്യുന്നത് ഫാസ്റ്റ് ആയിരിക്കും, മുതലായവയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് പറയുവാണെങ്കിൽ കുറേ സിൻടാക്സുകളുണ്ട്. അതായത് ക്ലോണബിൾ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ക്ലോൺ മെത്തേഡിനെ ഡിഫൈൻ ചെയ്യണം, ക്ലോൺ നോട്ട് സപ്പോർട്ടഡ് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യണം, ഒബ്ജക്റ്റ് ഡോട്ട് ക്ലോണിനെ വിളിക്കണം. ഇങ്ങനെ കുറേ സിൻടാക്സുകളൊക്കെ ഉണ്ട് ഫോളോ ചെയ്യാനായിട്ട്. മറ്റൊന്ന്, ഒബ്ജക്റ്റ് കൺസ്ട്രക്ഷന് നമുക്കൊരു കൺട്രോളും ഉണ്ടാകത്തില്ല. കാരണം ഒബ്ജക്റ്റ് ഡോട്ട് ക്ലോൺ ഡസൻ ഇൻവോക്ക് എനി കൺസ്ട്രക്ടർ. അടുത്തത്, ബൈ ഡീഫോൾട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ക്ലോൺ സപ്പോർട്ട് ചെയ്യുന്നത് ഷാലോ ക്ലോണിങ്ങിനെ ആയിരിക്കും. അതുകൊണ്ട് ക്ലോൺ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഫീൽഡുകൾ ഒബ്ജക്റ്റ് ടൈപ്പ് ആണെങ്കിൽ, നമ്മുടെ കേസിൽ ടയർ, ഒറിജിനൽ ഒബ്ജക്റ്റിൻ്റെയും ക്ലോൺ ചെയ്ത് കിട്ടുന്ന ഒബ്ജക്റ്റിൻ്റെയും ഒബ്ജക്റ്റ് ടൈപ്പുകളായ ഫീൽഡുകൾ പോയിൻ്റ് ചെയ്യുന്നത് ഒരേ ഒബ്ജക്റ്റിനെ തന്നെയായിരിക്കും. ഇതൊരു പ്രശ്നമാണ്. പക്ഷേ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഡീപ്പ് ക്ലോണിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒബ്ജക്റ്റ് ക്ലോണിങ്ങിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. താങ്ക്